ഫ്രണ്ട്സ്, RRIയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് പെർമനന്റ് വേക്കൻസിയും വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ട്രെയിനിങ് എന്ന് പറയുന്ന കാറ്റഗറിയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് നോട്ടിഫിക്കേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ സീക്ക് ചെയ്ത് കാണുന്നവരാണെങ്കിൽ രണ്ടുകൂടെ മിക്സ് ആയി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ആദ്യം തന്നെ പറയുന്നത്. രണ്ട് നോട്ടിഫിക്കേഷൻ അതുകൊണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണുക. അപ്പോൾ ഈ RRI എന്ന് പറയുന്നത് പലർക്കും ഡൗട്ട് ഉണ്ടാവും, എന്താണ് RRI എന്ന് പറയുന്നത്? ഒന്നുമല്ല, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പോൾ രാമൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇതിലും നല്ല ഭംഗിയുള്ള ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഏരിയ ഉണ്ട്, വെജിറ്റേഷനൊക്കെ കുറച്ച് കവേർഡ് ആയുള്ളൊരു പ്രദേശമാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു നമുക്ക് കണ്ണിനൊരു കുളിർമ നൽകുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ജോലി ചെയ്യാൻ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഇവിടെ കയറാൻ. അപ്പോൾ ഇതിലേക്ക് ട്രെയിനിങ് എന്ന് പറയുന്ന കാറ്റഗറിയും വിളിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് വാക്കൻസിയും വിളിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ ഈ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത് ചില ആളുകൾക്ക് കത്തിയിട്ടുണ്ടാവും, ചില ആളുകൾക്ക് അത് കത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കത്താത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാത്തവർ അറിയുന്നവർ പോകാൻ നിങ്ങൾക്ക് പിക്ചറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആരെയാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നിങ്ങൾ ഉദ്ദേശിച്ച ആൾ തന്നെയാണ്, സർ CV രാമൻ തന്നെയാണ്. ഈ പറയുന്ന നമ്മുടെ CV രാമനാണ്. 1948 ഇദ്ദേഹം ഈ ഒരു റിസർച്ച് സ്ഥാപനം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് നിന്ന് റിട്ടയർഡ് ആയ സമയത്ത് അന്ന് മുതൽ ഇദ്ദേഹം ഈ പറയുന്ന 1970 വരെ ഈ ഒരു സ്ഥാപനത്തിൽ ഡയറക്ടറായിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് ഇത് സ്ഥാപനം നടത്തിക്കൊണ്ട് പോയിരുന്നത്. അന്ന് ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുള്ള പേഴ്സണലായിട്ടുള്ള ഫണ്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് കിട്ടുന്ന ഡൊണേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ റിസർച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നീട് നമ്മുടെ കേന്ദ്ര സർക്കാർ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആണ് ഇപ്പം നിലവിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള കൂടെ കാണാൻ പറ്റും സയൻസ് ആൻഡ് ടെക്നോളജി. ഇവിടെ കാണാൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയാണ് നിലവിൽ ഇത് ഫണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു ഓട്ടോണമസ് സ്ഥാപനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റിലേക്ക് വരുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം 1 lakh അടിക്കാനായി. 1 lakh ആയാലും നമ്മൾ എക്സ്ട്രാ ഒരു ചാനൽ പാട് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്കാദമിക് ആയിട്ടുള്ള, അതായത് അഡ്മിഷൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുപാട് ഡിഗ്രി പല കാറ്റഗറി ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. അതുപോലെ ഞാൻ പോൾ ഇടാം നമ്മുടെ പേജിൽ. അപ്പം അതിനനുസരിച്ചിട്ടൊക്കെ അതൊന്ന് തീരുമാനിക്കുക. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. നേരെ നമുക്ക് അഡ്വർടൈസ്മെൻറ്റിലേക്ക് വരാം. 2 അഡ്വർടൈസ്മെൻറ്റ്, ഒന്നാമത്തെ അഡ്വർടൈസ്മെൻറ്റ്, രണ്ടാമത്തെ അഡ്വർടൈസ്മെൻറ്റ്, 2 ഉണ്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒന്നാമതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ലിങ്ക് കൂടെ കാണാതെ പെർമനൻറ്റ് വേക്കൻസിയിലേക്കുള്ളതാണ്. എഞ്ചിനീയർ, അതുപോലെ അസിസ്റ്റൻറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് കാറ്റഗറികളാണ് വിളിച്ചത്. അപ്പോൾ ഒന്നാമത്തേൽ നമുക്ക് കാണാം, ഇവിടെ അഡ്വർടൈസ് നമ്പർ കാണാം 5/2025. ഇത് ട്രെയിൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ്. 3/4/2025 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 13 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ വേക്കൻസിയുടെ എണ്ണം ഒരിക്കലും നമ്മൾ നോക്കിയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിചാരിക്കേണ്ട. അതിലേക്ക് അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കേൾക്കുക, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു 13 വേക്കൻസി അല്ലെന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കണ്ട. അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. എന്നിട്ട് ആ ഒരു 13 വേക്കൻസിയിൽ ഒരു വേക്കൻസി എനിക്കുള്ളതാണ് നമ്മൾ തീരുമാനിച്ച് അതിനനുസരിച്ച് നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ എഞ്ചിനീയർ ട്രെയിനി പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. 1 വർഷത്തേക്കാണ് വിളിച്ചതെങ്കിലും നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് അത് 1 വർഷം പാടെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന പോസ്റ്റാണ്. ഇനി ട്രെയിനിങ് പ്രോഗ്രാമിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, അടുത്ത സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ എഞ്ചിനീയറും ഒക്കെ ഉണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ അസിസ്റ്റ് ചെയ്യുക. അവിടെ കുറേ പ്രൊജക്റ്റും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ ബാംഗ്ലൂരിലായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവർ അസിസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തന്നെ. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ്. എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കൂടെ കാണാൻ പറ്റും. 4 year അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. 4 വർഷം ഡ്യൂറേഷനുള്ള ഗ്രാജുവേഷൻ നിങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രിക്കലോ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ റിലേറ്റഡ് ബ്രാഞ്ചിലോ 70% മാർക്കോട് കൂടി നിങ്ങൾക്ക് 4 വർഷം ഡ്യൂറേഷനുള്ള ഡിഗ്രി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഗ്രേഡ് പോയിന്റ് ആണ് നിങ്ങളുടെ സൈഡിലെങ്കിൽ 7.5 CGPA ഉണ്ടായിരിക്കണം. പെർസെൻറ്റേജ് ആണെങ്കിൽ 70% ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ. പിന്നെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഒന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ മാൻഡറ്ററി അല്ല, നിർബന്ധമുള്ള കാര്യമില്ല. ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യും, കുറച്ചും പാടെ നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കുറച്ചും പാടെ പ്രിഫറൻസ് അവർ കൊടുക്കും എന്നുള്ളതാണ് മനസ്സിലായത്, കൂടുതൽ അപേക്ഷയൊക്കെ ഉണ്ടെങ്കിൽ. ഇനി ഇതിൻ്റെ ഡ്യൂറേഷൻ 1 year ആണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല കേട്ടോ. ഞാൻ ഈ പറഞ്ഞ എസെൻഷ്യൽ മാത്രം യാതൊരു എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളുണ്ട്. ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞു 1 വർഷത്തേക്കാണ്. വീണ്ടും 2 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാം. സ്റ്റൈപ്പൻഡ് കണ്ടോ 31,000 പെർ മന്ത്, അത്യാവശ്യം നല്ല രീതിയിലുള്ള എമൗണ്ട് ഉണ്ട്.
ഇനി അപ്പർ ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 23 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഡേറ്റ് അതായത് 9 മെയ് 2025 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മെയ് 9 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ മെയ് 9 കണക്കാക്കി നിങ്ങൾക്ക് 23 വയസ്സ് കഴിയാൻ പാടില്ല. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെയും OBC ആണെങ്കിൽ 26 വയസ്സ് വരെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിലൊക്കെ 10 മുതൽ 15 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിലേക്ക് മറ്റ് ജനറൽ ഇൻസ്ട്രക്ഷനിൽ ഇവിടെ അതാണ് ഏജ് റിലാക്സേഷൻ്റെ കാര്യമാണ് ഇപ്പം ഞാൻ പറഞ്ഞു. ഇനി അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇൻ്റർവ്യൂ ആയിരിക്കും കൂടുതൽ പോസിബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കുന്നത് നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനും അതുപോലെ ഡിസൈറബിൾ ക്വാളിഫിക്കേഷനും ഒക്കെ വെച്ച് ബെസ്റ്റ് എന്താണ് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ ആരാണെന്ന് അവരെന്ത് ചെയ്യും അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവർ സെലക്ട് ചെയ്യുക. അപ്പോൾ മേ ബി ചിലപ്പോൾ എന്ത് ചെയ്യും കൂടുതൽ ആളുകൾ കണ്ട റിട്ടേൺ ടെസ്റ്റ് ഓർ ഇൻ്റർവ്യൂ ഇതിനെ അടിസ്ഥാനമാക്കി മേ ബി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റ് മാത്രമായിരിക്കും, ചിലപ്പോൾ ഇൻ്റർവ്യൂ മാത്രമായിരിക്കും. അതൊക്കെ ഡിപ്പെൻസ് ഓൺ അപേക്ഷയുടെ എണ്ണത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് വെച്ചാൽ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അതുപോലെ മാർക്ക് ഷീറ്റുകളുണ്ടല്ലോ 10ാം ക്ലാസ് മുതലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും കളർ കോപ്പികളാണ് നിങ്ങൾ എന്ത് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഒറിജിനലി നിങ്ങൾ കളറിൽ തന്നെ എന്ത് ചെയ്യുക, എടുത്ത് അപ്ലോഡ് ചെയ്യുക. അതന്നെ. പിന്നെ CV എന്ത് ചെയ്യണം വേണം, മിനിമം 1 പേജ്, മാക്സിമം 2 പേജ് കേട്ടോ, അതിൻ്റെ കൂടാൻ പാടില്ല. അപ്പോൾ ഒരു CV നമ്മൾ തയ്യാറാക്കണം, ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ സെറ്റാക്കി ഒരു CV ഉണ്ടാക്കണം. അപ്പോൾ CV ഒക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു മാതൃക വേണമെങ്കിൽ നിങ്ങൾക്ക് തരാം, നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ മാതൃക എന്നാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാതൃക വേണമെങ്കിൽ തരാം, നിങ്ങളെ കാര്യങ്ങളൊക്കെ അതിൽ എഡിറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ വേണമെങ്കിൽ CV ഉണ്ടാക്കി തരാം, നിങ്ങളെ ഡീറ്റെയിൽസ് ഒക്കെ തരികയാണെങ്കിൽ അതിനെങ്ങനെ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ വീഡിയോയുടെ അവസാനം പറയാം കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, അതൊരു 1 to 2 പേജ്, മാക്സിമം 2 പേജ്, അതിൻ്റെ അപ്പുറത്തെ പോരുത്. അതായത് നമ്മളിപ്പോൾ ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അപേക്ഷിക്കുന്നു, നമ്മളെ എന്താണ് മോട്ടീവ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് സ്യൂട്ടബിൾ ആയിരിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഒരു കവർ ലെറ്ററൊക്കെ ആയിട്ട് കൊടുക്കാറല്ലോ. അതുപോലെ തന്നെയാണ് ഇതിലും ചെയ്യേണ്ടത്. ഇവിടെ കാണാം വാട്ട് മോട്ടീവ്സ് ദ അപ്ലിക്കൻറ്റ് ടു അപ്ലൈ ഫോർ ദ എബോവ് പോസ്റ്റ്. അതായത് നിങ്ങളെ മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു എഞ്ചിനീയറിംഗ് ട്രെയിനിങ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക്, ട്രെയിനിങ് എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എന്താണ് നിങ്ങൾ അപേക്ഷ നൽകാൻ പ്രേരിപ്പിച്ച ഘടകം എന്നുള്ളത് നിങ്ങൾ അതിൽ വ്യക്തമാക്കണം. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ വൈ ദ അപ്ലിക്കൻ്റ് ഈസ് അപ്രോപ്രിയേറ്റ് ചോയ്സ് ഫോർ ഓപ്പണിംഗ്. അതായത് നിലവിൽ ഈ പറയുന്ന ട്രെയിനിങ് എഞ്ചിനീയറിലേക്ക് നിങ്ങളുടെ സ്യൂട്ടബിലിറ്റിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ അവിടെ വിവരിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കണം. അങ്ങനെ അതിൽ നിങ്ങളൊരു അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ് കേട്ടോ. അത് മാക്സിമം 2 പേജേ പറ്റുള്ളൂ, അതിൻ്റെ അപ്പുറത്തേ പോരുത്. പിന്നെ റീസെൻ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് മിസ്സാണെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആണ്, അതുകൊണ്ട് തന്നെ അത് റിജക്റ്റ് ആയി പോകുന്നു, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിലേക്ക് അപേക്ഷാ ഫീസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇവിടെ കണ്ടോ നിങ്ങൾക്ക് 2 ഇൻഡിവിജ്വൽ റെഫറൻസസും പാടെ വേണം. അതായത് നിങ്ങൾ ഇത് ആരാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ അക്കാദമിക് കാര്യങ്ങൾ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ അക്കാദമിക് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ അറിയുന്നവർ, അത് നിങ്ങളെ മുൻപ് പഠിപ്പിച്ച സ്ഥാപനത്തിലെ ഫാക്കൽറ്റി അല്ലെങ്കിൽ മെൻറ്റർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിതാണ് കൊടുക്കുന്നത് കുറച്ചും കൂടെ ഉത്തമം. അവരോട് ചോദിച്ചിട്ട് കൊടുക്കണം. അവരുടെ മൊബൈൽ നമ്പർ, മെയിൽ ID, അഡ്രസ് ഡീറ്റെയിൽസ്. ഓക്കെ, അവരുടെ പേര്, അവരുടെ ഡെസിഗ്നേഷൻ. ഓക്കെ, അവർ ചെയ്യുന്ന ആ ഒരു ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ ഡീറ്റെയിൽസ് 2 വ്യക്തികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നിർബന്ധമാണ് അത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, അതായത് നമ്മളുടെ അക്കാദമിക് കാര്യങ്ങൾ, നിങ്ങളുടെ റിലേറ്റീവ്സ് ഒന്നും ആകാൻ പാടില്ല, നമ്മുടെ അക്കാദമിക് കാര്യങ്ങളെ വ്യക്തമായിട്ട് അറിയുന്ന ആളുകൾ, നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാണ് കുറച്ചും കൂടെ ബെറ്റർ. അതല്ലേ നമ്മളെക്കുറിച്ച് അറിയുന്ന ഇങ്ങനെ ഏതെങ്കിലും നല്ല ഉയർന്ന പൊസിഷനിലൊക്കെ നിൽക്കുന്ന ആളുകളായിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. 2 വ്യക്തികളുടെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ കൊടുക്കണം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയാം. അതായത് ട്രെയിനിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ 2ാമത്തെ നോട്ടിഫിക്കേഷൻ കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം അത് ടോട്ടലായിട്ട് പറഞ്ഞുതരാം. ഇനി 2ാമത്തെ നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ ബാംഗ്ലൂരാണ്, 8/4/2025 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അഡ്വർടൈസ്മെൻറ്റ് കാണാൻ നിങ്ങൾക്ക് 7/2025 ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കാണാം റെഗുലർ പോസ്റ്റാണ്, പെർമനൻറ്റ് വേക്കൻസിയാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഓക്കെ, പെർമനൻറ്റ് വേക്കൻസിയാണ്. നിങ്ങൾക്കിവിടെ കാണാം എഞ്ചിനീയർ ഇതിൽ ഇലക്ട്രോണിക്സ് ആണ്, പേ ലെവൽ 10 ആണ്, നല്ല സാലറിയും കാര്യങ്ങളും ഉണ്ടാവും. 3 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ ജനറൽ വേക്കൻസി തന്നെയാണ് 3 വന്നിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഇവർ വേക്കൻസി കൊടുത്തതിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വേക്കൻസി ടോട്ടൽ 3 പക്ഷേ അതിൽ SC ST OBCക്ക് ഒരു വേക്കൻസി, അങ്ങനെ ടോട്ടൽ 5 ഉണ്ടാവും ഇവിടെ. അതായത് പ്രിൻറ്റ് മിസ്റ്റേക്ക് ആണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്കിവിടെ എന്താണ്, നിങ്ങൾ റിസർവ്ഡ് വേക്കൻസി ഇല്ല വിചാരിച്ചിരിക്കേണ്ട, ഇവിടെ എന്താണ് ജനറൽ വേക്കൻസി അല്ലാണ്ട് ഏത് കാറ്റഗറി ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എഞ്ചിനീയർ നിങ്ങൾക്ക് ഫോട്ടോണിക്സിൽ ഇതിൽ പേ ലെവൽ 10 ആണ്, ഈ 2 പേ ലെവൽ 10 ആണ്, ഇത് 2 വേക്കൻസിയാണ്. ഓക്കെ, ഇത് ടോട്ടൽ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കേട്ടോ, ഒരു കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കാം മേ ബി. ടോട്ടൽ 5 വേക്കൻസിയിൽ 3 ജനറൽ, ബാക്കി 2. ഈ 3 ഇതും പാടെ 5 ആണല്ലോ, അങ്ങനെയാണ് ഒരു കൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അതായത് വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് C ആണ്, സിവിലാണ്, 5 വേക്കൻസി ഉണ്ട് ഇതിൽ. ഓക്കെ,
5 വേക്കൻസിയിൽ പേ ലെവൽ 5 കേട്ടോ, 5 വേക്കൻസി എന്നല്ല, പേ ലെവൽ 5. ഇതിൽ ഒരു വേക്കൻസി ആണല്ലോ കേട്ടോ, അത് ഒരു വേക്കൻസി ജനറൽ ആയതുകൊണ്ട് ഈ പറയുന്ന ഏത് കാറ്റഗറിക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി അസിസ്റ്റൻറ്റ് 4 പേ ലെവൽ വരുന്നത്, 4 വേക്കൻസി അതിലുണ്ട്. ജനറൽ തന്നെ 3 വേക്കൻസി, പിന്നെ AWSൻ്റെ വേക്കൻസി ഉണ്ട്. ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സിനൊക്കെ എന്ത് ചെയ്യാം, 3 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അസിസ്റ്റൻറ്റ് ക്യാൻറ്റീൻ മാനേജറാണ്, 6 പേ ലെവൽ വരുന്നത്, 6 ആണ്. ഒരു വേക്കൻസിയാണ്, ഒരു വേക്കൻസി ജനറലാണ്. അപ്പോൾ നിങ്ങൾ ഒരു വേക്കൻസി എല്ലാം വിചാരിച്ചിരിക്കുന്നത് ആ ഒരു വേക്കൻസി നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് തയ്യാറാകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ നമ്മളെന്താണ്, ഒരു 10 എക്സാമൊക്കെ എഴുതുമ്പോഴത്തേക്ക് ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൽ നമ്മളുണ്ടാവും. അങ്ങനെ തന്നെയാണ് വരിക. അല്ലാതെ നമുക്ക് ഒരൊറ്റ എക്സാം എഴുതി ഇങ്ങോട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ ചെയ്യണം, അത്രയും പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പോസിബിൾ ആയുള്ള കാര്യമില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക, മാക്സിമം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ എക്സാമിനും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. കാരണം ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വരെ ഏജ് ലിമിറ്റ് പ്രശ്നമായി വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിൻ്റെ ആ ഒരു കുറ്റബോധം, റിഗ്രറ്റ് നമുക്കുണ്ടാകുക. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇതിൻ്റെ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കുന്നത്. എഞ്ചിനീയർ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കണം ഇലക്ട്രോണിക്സിൽ. അപ്പോൾ ഇലക്ട്രോണിക്സിൽ നിങ്ങൾക്ക് BA or BTech ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള BSc എഞ്ചിനീയറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി MSc ഡിഗ്രി നിങ്ങൾക്ക് ഇലക്ട്രോണിക്സിൽ എന്താണ് ഫസ്റ്റ് ക്ലാസ്സോട് MSc കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ മാക്സിമം 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് കണക്കാക്കിയാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് ഞാൻ പറയാം. ആദ്യം തന്നെ 14 മെയ് വരെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. മെയ് 14 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ മെയ് 14 കണക്കാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി റിസർവ്ഡ് വാക്കൻസി ഉണ്ട്. റിസർവ്ഡ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ OBC ആണെങ്കിൽ 3 വർഷം, SC ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇനി അടുത്ത എഞ്ചിനീയർ ഫോട്ടോണിക്സ് ആണ്. ഇവിടെ ഡിസൈറബിൾ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഡിസൈറബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഡീറ്റെയിൽസ് ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. അത് നമുക്ക് ആവശ്യമില്ല, സംഭവമല്ല, മാൻഡേറ്ററി അല്ല. ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ മുൻഗണന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി അടുത്തത് എഞ്ചിനീയർ ഫോട്ടോണിക്സ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനും ഫസ്റ്റ് ക്ലാസ് ഫോട്ടോണിക്സിലോ അല്ലെങ്കിൽ അതിന് തുല്യമായുള്ള സബ്ജക്റ്റിലോ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി അതല്ല MSc ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളോ വേണ്ട. ഇതിൻ്റെ 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന് അടുത്തത് അസിസ്റ്റൻറ്റ് C ആണ് എഞ്ചിനീയർ. ഇതിൽ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് എന്താണ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മതി കേട്ടോ, ഗ്രാജുവേഷൻ വേണ്ട, ജസ്റ്റ് ഡിപ്ലോമ മതി. പോളിടെക്നിക് കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. യാതൊരു എക്സ്പീരിയൻസ് വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 28 ഏജ് ലിമിറ്റ്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തോളൂ. കുറച്ച് അത് ഡിസേബിൾ ആയിട്ട് പറയുന്നതാണ്, നിർബന്ധമില്ല. ഇനി അസിസ്റ്റൻ്റ് ആണ്. അസിസ്റ്റൻറ്റിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ ആണ്. എനി ഡിഗ്രി ആണ് ഇവിടെ പറയുന്നത്, എനി ഡിഗ്രി. ഓക്കെ, നിങ്ങൾക്ക് ഏതെങ്കിലും BA, BSc, BCom എനി ഡിഗ്രി, എനി ഗ്രാജുവേഷൻ ആണ്. വിത്ത് 3 year എക്സ്പീരിയൻസ് ഇതിലേക്ക് നിർബന്ധമാണ്. ഈ ഒരു പോസ്റ്റിലേക്ക് മാത്രം നിർബന്ധമായിട്ടും എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ 28 ഏജ് ലിമിറ്റ് മാക്സിമം. ഇനി അസിസ്റ്റൻറ്റ് ക്യാൻറ്റീൻ മാനേജറിലേക്ക് നിങ്ങൾക്ക് ഹോട്ടൽ മാനേജ്മെൻറ്റിലുള്ള ഗ്രാജുവേഷൻ ആണ്. ഹോട്ടൽ മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, പക്ഷേ ഇനി അതല്ലെങ്കിൽ അതിന് തുല്യമായ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. ഇനി അതോടൊപ്പം തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതിലേക്ക്. ഈ പോസ്റ്റിലേക്ക്, ഈ 2 പോസ്റ്റിലേക്കാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത് നിർബന്ധമായിട്ടും. അപ്പോൾ ഹോട്ടൽ അല്ലെങ്കിൽ ഹോസ്റ്റൽ തുടങ്ങിയുള്ള ഗസ്റ്റ് ഹൗസ് ഇവിടേക്കുള്ള ആ ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 14 മെയ് ആണ്. ഇനി ഇതിൻ്റെ മെത്തഡ് ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ലെവൽ 10 ഉണ്ടല്ലോ, 10 എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോസ്റ്റിലെ എഞ്ചിനീയർ ഇലക്ട്രോണിക്സും ഫോട്ടോണിക്സിലേക്കും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സെലക്ഷൻ മെത്തേഡിൽ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ടെസ്റ്റ് ഏതെങ്കിലും ഒന്നായിരിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ബാക്കിയുള്ള പോസ്റ്റിലേക്കൊക്കെ എന്താണ്, നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടാവില്ല, സ്കിൽ ടെസ്റ്റ് ആണ് അതിന് പകരം ഉണ്ടാകുക. ഓക്കെ, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആണെങ്കിൽ സബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ്, അതോടൊപ്പം തന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. പേ ലെവൽ 10 നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 250 രൂപയാണ് അപേക്ഷാ ഫീസ്. നോൺ റീഫണ്ടബിൾ ആണ്. നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഫീ അടയ്ക്കണം. ഇനി ഒന്നിലധികം പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് ഫീ അടയ്ക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ SC ST അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് അതുപോലെ PWD കാൻഡിഡേറ്റ്സ്, ഓക്കെ, ഇവർക്കൊന്നും യാതൊരുവിധ ഫീസും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും യാതൊരു പ്രശ്നമില്ല, അവർക്ക് ഫ്രീ ആണ് അപ്ലൈ ചെയ്യാൻ. SC STക്കും ഫ്രീ ആണ്, അതുപോലെ PWD കാൻഡിഡേറ്റ്സിനും ഫ്രീ ആണ്. ഇനി ഇതിലേക്ക് അപ്ലൈ സ്റ്റാർട്ടിംഗ് ഡേറ്റ് April 7 മുതൽ ഞാൻ പറഞ്ഞ മെയ് 14 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ക്ലോസിംഗ് ഡേറ്റ് ഓൾറെഡി പറഞ്ഞതാണ്, എങ്കിലൊന്നുകൂടെ മെയ് 14 ലാസ്റ്റ് ഡേറ്റ്. ഇനി ഈ 2 നോട്ടിഫിക്കേഷൻ പ്രകാരം എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. GeoCLH Jubilant ഹോം പേജിലേക്ക് വരും. ഇനി എല്ലാം ഗൂഗിൾ ചെയ്താലും മതി, GeoCLH Jubilant. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക, നിങ്ങൾ ആ ലേറ്റസ്റ്റ് ജോബ്സ് ഇവിടെ കാണാം, നിങ്ങൾക്ക് RRI റിക്രൂട്ട്മെൻറ്റ്. ഇനി നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അത് ഇവിടെ ഉണ്ടാവില്ല. റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അത് നെക്സ്റ്റ് പേജ് അടിച്ച് അങ്ങനെ കാണാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ ഇവിടെ തന്നെ വലിയൊരു സെർച്ച് ബട്ടൺ ഉണ്ട്, അതിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് RRI അടിച്ചു കൊടുത്താലും മതി. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, RRI റിക്രൂട്ട്മെൻറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്കുകളൊക്കെ കിട്ടും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ
ഇവിടെ കാണാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം. നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ട്രെയിനി, അതായത് ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ആണ്. അതുപോലെ മറ്റ് പെർമനൻറ്റ് വാക്കൻസിയിലേക്കാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഫോർ വാരിയസ് പോസ്റ്റ് എന്നുള്ള അതാണ് കേട്ടോ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം അപ്ലിക്കേഷൻ ഫോം ഇതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ആക്കി കാണിച്ചുതരാം. യെസ്, ഓക്കെ, ഇവിടെയൊക്കെ കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യാറുള്ളടത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന ഇതിലേക്കാണ് പോയി. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയി കാണിച്ചു തരാം. ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ, അതായത് ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഉണ്ടാകുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും റഫറൽ ഡീറ്റെയിൽസും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് നിങ്ങൾ അങ്ങനെ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇനി ഇവിടെ കാണാം നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോമിൻ്റെ രണ്ടാമത്തെ ലിങ്ക് ഫോർ വാരിയസ് പോസ്റ്റ്. ഇതാണ് റെഗുലർ വാക്കൻസിയിലേക്ക്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു പേജിലേക്കാണ് പോവുക. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഏരിയ ആണ് വരിക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ നിൽക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് ആദ്യം രജിസ്റ്റർ ചെയ്യണം, നമ്മൾ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ പേജ് ഇവിടെ ലോഡായി വരും. നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യുക. ഓക്കെ, ലോഡിംഗ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് അവിടെ കാണാൻ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വായിച്ച് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് OTP ഒക്കെ ജനറേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വാട്സപ്പ് ടീമുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ ഡാറ്റാൻ്റെ ടീമാണെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ഫോമിൽ ട്രെയിനി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ മുകളിൽ ക്ലിക്ക് ചെയ്യാറുള്ള ലിങ്കും ദെൻ പെർമനൻറ്റ് റെഗുലർ വാക്കൻസി ആണെങ്കിൽ ഫോർ വാരിയസ് പോസ്റ്റ് എന്നുള്ള ലിങ്കിലുമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതുപോലെ നോട്ടിഫിക്കേഷനിലും അതുപോലെ തന്നെയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ്. പിന്നെ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്കിവിടെയൊക്കെ കാണാം, ടെലഗ്രാം ചാനൽ, വാട്സപ്പ് ചാനലുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും അതെങ്ങനെയാണ് അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ചാനൽ, ഇനി അത് മാത്രമല്ല നമ്മുടെ ഇതിൽ കാണാം കേട്ടോ, പോസ്റ്റിൽ ഇവിടെ കാണാം. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കയറി അവിടെ പോസ്റ്റ് എന്നല്ലേ, പോസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ പോസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ അതാ ജോയിനിങ് ALP ആൻഡ് ടെക്നീഷ്യൻ വാട്സപ്പ് ഗ്രൂപ്പാണ് ഇപ്പം നിലവിൽ ഞാൻ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ആളുകളുണ്ട്, നമ്മൾ ഓരോ എക്സാമിനും നമ്മൾ ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിൻ്റെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സ്വന്തം പഠിക്കുന്നത് നമ്മളൊരു കമ്പൈൻ സ്റ്റഡി നടത്തുന്നത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനും നമ്മുടെ മെറ്റീരിയൽ ഷെയർ ചെയ്യുകയും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് പഠിക്കാനും, അങ്ങനെ നിങ്ങൾക്കൊരു ഷെഡ്യൂൾ നിങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്കൊരു ടൈം വെച്ചിട്ട് എക്സാം നടത്താനും, അപ്പോൾ നമ്മുടെ ആപ്പൊക്കെ വെച്ച് നിങ്ങൾക്ക് എക്സാം നടത്താം. അങ്ങനെ പല കാര്യങ്ങളുണ്ട് അതിൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാനുള്ള കാര്യം ഇവിടെ ജോയിൻ ചെയ്യാനുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇനി അതുപോലെ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ കയറിയാലും ഈ കാര്യങ്ങളൊക്കെ കിട്ടും, ലിങ്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ വാട്സപ്പ് ചാനലിൻ്റെ അതിലും കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക്